ഗൈസ്, അപ്പം ധനുഷിൻ്റെ ഒരു പടം വരാൻ പോകണം. അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. കര, അതിൻ്റെ നമുക്കൊന്ന് ട്രെയിലർ റിയാക്ഷനും ചെയ്താലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കര എന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ഷനാണ്. ധനുഷ്, നമ്മളെ മമിത ബൈജു, ജയറാം ഉണ്ട്, അതിൽ സുരാജ് വെഞ്ഞാറമ്മൂട്, കുറേ മലയാളികളുണ്ട്. വിഘ്നേഷ് രാജയാണ് ആ സിനിമ ഒരുക്കുന്നത്. പിന്നെ GV പ്രകാശാണ് മ്യൂസിക്. ഒരു 2-3 ദിവസമായി ഈ ട്രെയിലർ വന്നിട്ട്. അപ്പോൾ ഞാനത് വിട്ടുപോയിരുന്നു. അതിൻ്റെ ട്രെയിലർ റിയാക്ഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ ഇതും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു ട്രെയിലർ എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കേട്ടു. வணக்கம். முக்கிய செய்திகள். 6 மாதங்களாக நடைபெற்று வரும் வளைகுடா போரின் உச்சகட்டமாக പെട്രോൾ പമ്പിലാണ് തുടങ്ങിയത്. எண்ணெய் கிணறுகளுக்கு സിംഗിൾ സൗത്താണ് യൂട്യൂബിൽ ഇട്ടത്. பொருளாதாரத்தில் பெரும் தாக்கத்தை ஏற்படுத்தும் என்று அஞ்சப்படுகிறது. മോനെ, ധനുഷിന്റെ എൻട്രി പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. திங்கட்கிழமை ராத்திரி ஒரு பேங்க் സുരാജ് உடைச்சு ഒരു രക്ഷയില്ല കേട്ടോ. இருக்கான். ஆனா அவன் அதோட நிறுத்தல. அடுத்த நாளே பட்ட பகல்ல இன்னொரு பேங்க்குக்கு போய் கொள்ளையடிச்சிருக்கான். റോബറിയെ പറ്റി എന്തോ ആണ് കേട്ടോ. அவசர தேவை இருக்கு. ഓ, അഭിനയം. GV പ്രകാശ് കുമാർ മ്യൂസിക്. ശ്രീജിത്ത് സാരംഗാണ് എഡിറ്റർ. அவன் திரும்பி வந்தல எனக்கு சந்தேகமா இருக்கு. ஏன் அப்படி பேசுற? அவன் திருந்தி தான்டா வந்திருக்கான். അടിപൊളിയായിരിക്കും കേട്ടോ. ഓ, മമിത എത്തി. ஒரு வேலையா போயிட்டு வர. മമിതയുടെ അഭിനയം ഒരു രക്ഷയില്ല കേട്ടോ. ജയറാം நிலைமை உங்களுக்கு புரியாது. அடுத்த மதுரையில் ஒரு இடம் இருக்கு. ஒரு பண்ண வீடு. எப்படி 4 லட்சம் ரூபாய் தரணும்? அப்படின்னா அவன் திருப்பியும் திருடலாம். ஓட்டு பிரிச்சு இறங்குது தவிர வேற எந்த அளவும் தெரியாது எனக்கு. என்ன பண்ண சொல்றேன்? இல்ல, கண்டிப்பா திருடுவான். மீதி பணத்துக்கு என்னென்ன பண்ணுவ? எல்லா பக்கமும் போலீஸ் இருக்காங்க. ஓடவா விடுறாங்க. ഓ, മോനെ GP പൊളിച്ചിട്ടുണ്ട് കേട്ടോ മ്യൂസിക്കില്. മോനെ, ഓ കാറാ. அவன் கண்டிப்பா மாட்டுவான் சார். ஒன்னு உயிரோட இல்ல போனமா. മോനെ വിഘ്നേഷ് രാജ. ഓ, ഏപ്രിലാണ് സിനിമ റിലീസിൽ ഇറങ്ങുന്നത്. അടിപൊളി പടമായിരിക്കും, ഒന്നും പറയാനില്ല. വിഷയം പടമായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ല മ്യൂസിക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തകർത്തിട്ടുണ്ട് മ്യൂസിക്കലിൽ. ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രാഫി, എഡിറ്ററും എല്ലാം പൊളിച്ചിട്ടുണ്ട്. കട്ടുകളെല്ലാം പൊളിയ ഈ ട്രെയിലറിൻ്റെ. ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ ആവാനുള്ള ഇത് കാണുന്നുണ്ട്. മെയിൻ ഇതൊക്കെയാണ്. നമ്മൾ ആദ്യം വിചാരിക്കുന്നത് പൊളിറ്റിക്കലിനെ പറ്റിയാണെന്ന്, പക്ഷെ അതല്ല, റോബറിയാണ് മെയിൻ ഇതിൽ. നമ്മൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കേട്ടറിവ് വെച്ച് ജയറാം ആണ് ഇതിലെ വില്ലൻ എന്നാണ് കേട്ടത്. പക്ഷെ ഇതിൽ അത്ര അതങ്ങോട്ട് പിടിതരുന്നില്ല. സുരാജിനെ ഫുള്ള് കാണിക്കുന്നു, എന്നിട്ട് ധനുഷിനെ കാണിക്കും. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഈ സുരാജും ധനുഷും തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്ന്. പക്ഷെ അങ്ങനെയല്ല ആണ് കേൾക്കുന്നത്. ജയറാമാണ് ഇതിലെ മുഖ്യ വില്ലൻ. നമുക്ക് ഇതിൽ കാണാം, നൈസ 2 സീനെ കാണിച്ചിട്ടുള്ളൂ. ഫോൺ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു റോബറി എല്ലാം ഇത് ചെയ്യിപ്പിക്കുന്ന എല്ലാം ജയറാമാണ്, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ മമിതയുടെ ഒരു അടിപൊളി സീനുണ്ടായിരുന്നു. നീ എന്തിനു പോണ്, കക്കാനല്ലേ പോണത് എന്നിട്ടുള്ള ഒരു ഡയലോഗ്. എല്ലാം അടിപൊളി ആണ്. സുരാജ് പിന്നെ പറയുന്നുണ്ട് വീണ്ടും അവൻ എന്തായാലും റോബറി തന്നെ നടത്തും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥയാണെന്നാണ് തോന്നുന്നത്. റോബറിയെ പറ്റിയാണ് മെയിൻ ഫോക്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അറിഞ്ഞുകൂടാ.
ഇത് കുറച്ച് ഭാഗമാണ്, പിന്നെ വന്നിട്ടത് പോവോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇതിൽ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റോബറിയെ പറ്റി. എന്തായാലും അടിപൊളി ഒരു കഥയായിരിക്കാം. നല്ല മ്യൂസിക്, ഈ പ്രകാശല്ലേ, അപ്പോൾ അടിപൊളിയായിട്ട് മ്യൂസിക്കൊക്കെ വന്നിട്ടുണ്ട്, BGM ഒക്കെ തകർത്തിട്ടുണ്ട്. എന്തായാലും ഏപ്രിൽ 30-നാണ്, ഇനി ഒരു 6 ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്നിട്ട് റിവ്യൂ നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും. പിന്നെ അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ്.